ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പുരോഹിതൻ, മുന്നിൽ നിൽക്കുന്നവൻ അഥവാ നയിക്കുന്നവൻ എന്നാണ്. പുര പ്ലസ് ഹിത എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. മുന്നിൽ നിൽക്കുന്നവൻ, നയിക്കുന്നവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇതാ നിത്യപുരോഹിതനായ ഈശോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിത്യപുരോഹിതനായ ഈശോ പുറപ്പാട് 19:6 പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. പ്രഭാഷകൻ 7:29 പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. തെരഞ്ഞു പിടിച്ച് പുരോഹിതരെയും പൗരോഹിത്യ ശുശ്രൂഷകളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കുടുംബം. അന്ന് ആ കുടുംബത്തിൽ നിന്ന് ഭ്രാന്തൊഴിയുന്നില്ല. മകൾക്ക് ഭ്രാന്തായി. ആ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടൊന്നും ഭ്രാന്തില്ല. മകൾക്ക് ഭ്രാന്തായി. ചെറുപ്പക്കാരിയായ മകൾക്ക് മകൻ കല്യാണം കഴിച്ച് വന്ന പെണ്ണിന് അതിനുശേഷം ഭ്രാന്തായെന്നും പറഞ്ഞിട്ടാണ്. അറിയാവുന്ന കേസാണ്. അതുപോലെ അമ്മക്ക് പാണ്ഡുരോഗം. എന്തോ ഒരു പ്രശ്നത്തിൽ ഒരു പാവം കൊച്ചച്ഛനെ ഏറ്റവും മുന്നിൽ നിന്ന് കളിച്ച് അച്ഛനെ ഉടുപ്പ് ഉരിച്ചു വിട്ട സംഭവത്തിൽ ഈ വീട്ടിലെ ഈ മകളുടെ അമ്മ, ഈ മകളുടെ അമ്മ, ഒരു മകനും മകളും ഓർക്കും, ഏറ്റവും മുന്നിൽ നിന്ന് കളിച്ച കളി. ഇതാ ഒരു പുരോഹിതനെ ഉടുപ്പുരിച്ച് കരയിച്ച് വിട്ട അവസ്ഥകൾ. ആ പരിധിവരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ അവർ നമ്മുടെ മക്കളാണെന്ന് ഓർക്കണം. പുരോഹിതന്മാരും മനുഷ്യർ തന്നെയാണ്. അച്ഛനും കന്യാസ്ത്രീയായിട്ട് അവർ ജനിക്കുകയില്ല. ഇന്ന് ഇതിനെക്കുറിച്ച് വേറെ വീഡിയോകളൊക്കെ ഇതുപോലെ തന്നെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള പല സംഭവങ്ങൾ പലർക്കും അറിയില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് ആരും അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും അത്ഭുതം, അടയാളം, രോഗശാന്തിയൊക്കെ തേടി പോകുന്നത് കൊണ്ട് പ്രഭാഷകരും പലപ്പോഴും ആ വിഷയങ്ങളിലാണ് കൈ തൊടാറ്. 1 പത്രോസ് 2:5 പറയുന്നു, നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ശിലയായി പടുത്തുയർത്തപ്പെടട്ടെ. ഈശോ മിശിഹാ വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. അപ്പോൾ പുരോഹിതനാകാൻ ഉള്ള വിളി ദൈവത്തിൻ്റെ വിളിയാണ്. അത് മനുഷ്യരുടെ തീരുമാനവും ആലോചനയും ഒക്കെയാണ്. പക്ഷേ അതിൽ നിലനിൽപ്പ് തരുന്നതും വിളിക്കുന്നതും ദൈവമാണെന്ന് ഓർക്കണം. വീണ്ടും പറയുകയാണ്, പ്രഭാഷകൻ 7:29 പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതരെ ബഹുമാനിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവരാണോ പുരോഹിതരെ ചകയാൻ വേണ്ടി പോകണ്ട. സങ്കീർത്തനം 105:15 പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. ദേശത്തപ്പമാകുന്ന താങ്ങ് തകർത്ത് കളയും. കാരണം കിട്ടാതെ കാര്യങ്ങളിൽ കൂടെയുള്ള തകർച്ചകൾ പിടികിട്ടാത്ത കുടുംബത്തിൽ കിടന്ന് കളിക്കുന്നുണ്ടോ? ചില കേസൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന മെസ്സേജൊക്കെ പങ്കുവച്ചപ്പോൾ ശരിയാണ്, ഞങ്ങളുടെ അപ്പൻ ഇതുപോലെ അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട്, വല്യപ്പൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു, കഥകളൊക്കെ അറിയാം, പള്ളിയിലൊന്നും പോകില്ലായിരുന്നു, നേരത്തെ പോയിരുന്നു, പക്ഷെ ഒരച്ഛനെ ദേഹോപദ്രവം വരെയും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ കുടുംബത്തിൽ നിന്ന് വാളൊഴിയുന്നില്ല. ഇങ്ങനെയുള്ള ചില കേസുകൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ എന്നേക്കാൾ നന്നായിട്ട് ഇത് കേൾക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അറിയാൻ പറ്റും. ചങ്ങനാശ്ശേരി മറിയക്കുട്ടി കൊലക്കേസ്, ആ കുടുംബം മുഴുവൻ ഒരു വൈദികനെ കള്ളക്കേസിൽ കുടുക്കി. അച്ഛൻ്റെ അപ്പൻ മകൻ, പുരോഹിതനായ മകൻ കേസിൽപ്പെട്ടതറിഞ്ഞ് അപ്പൻ ചങ്കു പൊട്ടി മരിച്ചു. പക്ഷേ അവസാനം അതിന് ഉത്തരവാദികളായ വ്യക്തികൾ കുടുംബം തരിപ്പണമായി. മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി, പത്രത്തിലൊക്കെ വന്ന സംഭവമാണ് കേട്ടോ ഇത്. അവർ മാനസാന്തരപ്പെട്ട് സത്യം ഏറ്റുപറഞ്ഞു. പുരോഹിതൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, മോചനം നേടിയെങ്കിലും ഇത് അപ്പോഴേക്കും കഥകളെല്ലാം കൈവിട്ട് പോയിരുന്നു. ഇവരും തകർന്ന് തരിപ്പണമായി. അച്ഛൻ്റെ കുടുംബത്തിൽ ഇനി അനുഭവിക്കാനൊന്നും ഇല്ല. ആ കുടുംബത്തിൽപ്പെട്ട, ആ വീട്ടുപേരിൽപ്പെട്ട എല്ലാവരും അനുഭവിച്ച വേദന അപ്പനമ്മയും മാത്രമല്ല, എത്ര വലിയ വേദനയാണ്. അതുകൊണ്ട് പറഞ്ഞ വാക്കും എറിഞ്ഞ അമ്പും തിരിച്ചട. അമ്പ് തറച്ചാൽ അത് വേദനയാണ്, പറിച്ചെടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോരും. ഇങ്ങോട്ട് 2 മൂർച്ചയുള്ള ഭാഗം നിൽപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും
ഉപദ്രവിക്കാൻ നിൽക്കരുത്. അതൊരു ഭീഷണിയൊന്നുമല്ല. ഇന്നിപ്പോൾ പുരോഹിതരുമായിട്ട് ബന്ധപ്പെട്ടും സഭയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ന്യായീകരിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഈ കേൾക്കുന്നവരോട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. പുരോഹിതരുടെ ലോഹ വലിച്ച് കീറരുത്. ആൾത്താരയിൽ കയറി അവരെ ഉപദ്രവിക്കരുത്, ചീത്ത വിളിക്കരുത്. അത് കുടുംബത്തിനും തലമുറകൾക്ക് വരെ ഭ്രാന്തും അന്ധതയും മാനസിക വൈകല്യങ്ങളും ക്രമക്കേടുകളും പിടികിട്ടാത്ത തരം അങ്ങനെയുള്ള പല കേസുകളും പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട്. അതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളും വെളിപ്പെടുത്താൻ സാധ്യമല്ല. ഒരു സ്ത്രീ വന്നത് ഓർക്കുകയാണ്. പള്ളി ഇടവകയിൽ പോയിട്ട് ഒരുപാട് നാളായി. കാരണം ഇപ്പോൾ ഇവിടെ വന്നത് ഇതാണ്, പഴുത്ത് എല്ല് വരെ കാണാം. ഒരു ചെറിയ മുറിവിൽ ആരംഭിച്ച്. അപ്പോൾ ഒരച്ഛന് ഇവർക്ക് 2 പെൺമക്കളാണ്. ഈ പെൺമക്കൾ പള്ളിയിലെ കൊയറിലുണ്ട്. എന്തോ കുരുത്തക്കേടിന് കാണിച്ചപ്പോൾ അച്ഛൻ ശാസിച്ചതിന് പരസ്യമായിട്ട് പോയി നാറ്റിച്ച് തെറി വരെ വിളിച്ചു. ഇനി അച്ഛൻ പോയിട്ട് ഈ പള്ളിയിൽ പോകുകയുള്ളൂ, മക്കളെയും പള്ളിയിൽ വിടാറില്ല. പക്ഷേ തന്നെത്താനെ വന്ന് ഇതൊക്കെ ഷെയർ ചെയ്ത് കേട്ടപ്പോൾ ബോധ്യം കിട്ടി. പോയി അച്ഛനോട് മാപ്പും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് അച്ഛൻ പറഞ്ഞ് ഞാനതൊക്കെ എപ്പോഴേ ക്ഷമിച്ച് ചേച്ചി, ഇവരോർത്ത് 2 ഡോസ് തിരിച്ച് കിട്ടുമെന്ന് ഓർത്ത് പേടിച്ചാ ചെന്നത്. അങ്ങനെ കരഞ്ഞ് അച്ഛൻ ചായ അവരെ അമ്മയും മക്കളെയും കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച് എന്തൊരു വീട്ടിലും വന്ന് പ്രാർത്ഥിച്ചു. അതെല്ലാം ആ ചേച്ചിയുടെ മുറിവൊക്കെ ഉണങ്ങി. മുറിച്ച് കളയണമെന്ന് പറഞ്ഞതാണ്. ഇതുപോലത്തെ പല സംഭവങ്ങളും അറിയാം. അതുകൊണ്ട് റിയാലിറ്റി മുന്നിൽ വന്ന അനുഭവങ്ങളോട് കുടുംബത്തിൽ നിന്ന് വാളുകൾ ഒഴിയാത്ത, തകർച്ചകൾ മാറാത്ത പല ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പരിഹാരം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് പറയുകയും ജീവിതകാലം മുഴുവൻ പരിഹാരം ചെയ്ത് ജീവിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരച്ഛനോ കന്യാസ്ത്രീയാക്കാനോ ഒരെണ്ണത്തിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നമ്മുടെ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്യരുടെ സ്വഭാവമൊന്നും അല്ലല്ലോ, ആ കുടുംബത്തിലെ സ്വഭാവം ആദ്യം കിട്ടത്തുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ. അപ്പോൾ അച്ഛനും കന്യാസ്ത്രീയാകാൻ പോയി സെമിനാരിൽ ചേർന്ന് പഠിച്ചെന്നും പറഞ്ഞ് അവർ മനുഷ്യരെ അറിയാത്ത അല്ലെങ്കിൽ കുടുംബത്തെ അറിയാത്തവരായിട്ടല്ല ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയ എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ അവരിൽ ഉണ്ടാകും. അപ്പോൾ നല്ലതാണെങ്കിൽ ഉണ്ടാകുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. കുറവുകളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദിവസവും ബലിയർപ്പിക്കുമ്പോഴും കൊന്തേലുമ്പോഴും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു ചേട്ടൻ എന്നെ കാണുമ്പോൾ മോള് ജർമ്മനിയില്ല, ജർമ്മനി സിസ്റ്ററാണെന്ന് പറയാം. ഞാൻ ഒരു ചേട്ടാ പണ്ടത്തേനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കണം. അച്ഛന്മാർക്ക് കന്യാസികൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ മാതാവയുടെ എല്ലാം ദർശനങ്ങൾ കൊടുക്കുന്ന അവിടെ എല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, വൈദികർക്കും സിസ്റ്റേഴ്സിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ എന്നാണ് ആവശ്യപ്പെടുന്നത്. അത്രയ്ക്ക് ലോകം ദുർഘടമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ലോകത്തെ നയിക്കാനുള്ള ശക്തി കിട്ടണം, അവരുടെ പാദങ്ങൾക്ക് ബലം കിട്ടണം, അവരുടെ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാധിക്കണം. അതുകൊണ്ട് അതിനുള്ള കൃപ ദൈവം എല്ലാ വൈദികർക്കും, എല്ലാ സമർപ്പിതർക്കും, എല്ലാ വചനപ്രഘോഷകരും, വൈദികരും സിസ്റ്റേഴ്സും മാത്രമല്ല വചനപ്രഘോഷണങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിതരും, കൗൺസിലിംഗ് ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ധ്യാനിപ്പിക്കുന്നവർ, വചനപ്രഘോഷകർ, അങ്ങനെ എല്ലാം ഉണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ആരെയും തരം താഴ്ത്തി കാണരുത്. അവർ കർത്താവിൻ്റെ അഭിഷിക്തർ തന്നെയാണ്. എൻ്റെ അഭിഷിക്തനെ തൊട്ടു പോകരുത്, അവരെ ചവിട്ടിത്താഴ്ത്തരുത്, ആക്ഷേപിക്കരുത്. അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഇതാ നമ്മുടെ തലയിൽ തന്നെ വീഴും, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ വന്ന് വീഴാതിരിക്കാൻ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിലും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാപ്പും പൊറുതിയും പ്രാർത്ഥിച്ച് കുമ്പസാരത്തിൽ പറയേണ്ട കാര്യമാണെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് മോചനം നേടി പരിഹാരം ചെയ്ത് നമുക്ക് ജീവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.